ഹേ ഗായ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൈക്ക് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്കാണ് നോക്കുകയല്ലേ. ഗൈസ്, നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് മൈക്ക് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം. അതായത് വ്ളോഗിങ്ങിനാണോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെയാണോ വേണ്ടതെന്നുള്ളതാണ് നമ്മുടെ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമല്ലോ, അങ്ങനെ സംഭവങ്ങളിലാണോ നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ യൂസ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഈ സാധാരണ പോലെ ഈ വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ലാവലിയർ മൈക്ക് പറയും. അതായത് നമ്മൾ ഈ ബോയ് എമ്മൻ്റെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ബോയ് എമ്മൻ്റെയാണ്. ഈ ഒരു ലാവലിയർ മൈക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇതിനൊരു 500 രൂപ അങ്ങനത്തെയൊക്കെ വിലയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗിങ്, അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലാവലിയർ മൈക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ പോഡ്കാസ്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഷോർട്ട് ഗൺ മൈക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് ടൈപ്സ് ഓഫ് മൈക്ക് ഉണ്ട് ഗൈസ്, അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇനി വ്ളോഗിങ് ആയിട്ട് ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാവലിയർ മൈക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ടഫായിരിക്കും ഗൈസ്. അതായത് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് പെട്ടുവരികയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ബോയ് എമ്മൻ്റെയാണ്, ഞാൻ ഓൺലൈനിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ മുമ്പത്തെ നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ ഞാൻ ചാനലിലിട്ടിട്ടുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിയ ഒരു ഇതാണ് ഗൈസ്, കേബിളാണ്. ഇതൊരു എന്താ പറയുക, ഈ ടെറസ് മൊത്തം നിറയും ഗൈസ്. ഞാൻ ഇപ്പോൾ ടെറസിലായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെറസ് ഇവിടെ തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ അറ്റം വരെ എത്തും ഗൈസ്. ഇതൊന്ന് തുറന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അതായത് എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ, ആകെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു ക്യാമറേൻ്റെയും എൻ്റെ അടുത്തേക്കുള്ള ഡിസ്റ്റൻസ്. എനിക്ക് ഇത്ര മതി സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും എനിക്ക് വേസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ആ ഒരു മൈക്ക് വാങ്ങിക്കുമ്പോൾ ലെങ്ത്ത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. എന്നെപ്പോലെ ഇങ്ങനെ പെട്ടുപോരുതെന്നുള്ള ആ ഒരു ഇതിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ട്രാവലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും വയറൊക്കെ ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകാൻ പറ്റില്ല ഗൈസ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു സാധനം കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഈ പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പോക്കറ്റ് ഫുള്ളാകും ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇത് അധികം യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു ഡിസ്കംഫർട്ട് ആയിരിക്കും ഗൈസ്. അത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ പോക്കറ്റ് ഇത് ഫുള്ളായി നിറച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്കംഫർട്ട് ആയിരിക്കും. പിന്നെ ഈ വയറാണ് ഈ വലിയും ചെയ്യും ഗൈസ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പിടിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ ഈ വയറ് വലിയ അതൊരു ഇതാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒരു സജസ്റ്റ് ചെയ്യുന്നത് ഒരു വയർലെസ് മൈക്ക് വാങ്ങിക്കാനാണ്. ഈ ട്രാവലിംഗ് വ്ളോഗൊക്കെ അങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ചെയ്യുകയാണെങ്കിൽ. ഇനിയിപ്പോൾ ഒരു സ്ഥലത്തിരുന്നിട്ട് ഒരു കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വ്ളോഗൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ലാവലിയർ മൈക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ കുറച്ച് കൂടുതൽ വയറാണെങ്കിൽ കുഴപ്പമില്ല. നമുക്കിപ്പോൾ കുറച്ച് ക്യാമറ ഇപ്പോൾ ദൂരെ വെക്കണമെന്നുണ്ടെങ്കിൽ വയറൊരു പ്രശ്നമായിരിക്കില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ ഒരു മൈക്കിനെ വെച്ചിട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് മൂമെൻറ്റ്, അതായത് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ എല്ലാം പറഞ്ഞിട്ട് നമ്മളൊരു വ്ളോഗ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഓഡിയോ ഉണ്ടാവില്ല ഗൈസ്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അതായത് ഫുള്ള് വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിയും, ലാസ്റ്റ് ഒന്നിനും എഡിറ്റ് ചെയ്യാനുള്ളപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ മൊത്തം ഒന്ന് കഴിയുമ്പോൾ നമ്മൾ നോക്കുമല്ലോ, ജസ്റ്റ് നോക്കുമല്ലോ, അപ്പോൾ നമ്മുടെ ഓഡിയോ ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വരുന്ന ഒരു ദേഷ്യമുണ്ട്. അതാണ് ഗൈസ് ഈ ഒരു ബോയേൻ്റെ പ്രശ്നം. നിങ്ങൾ ആരെങ്കിലും ബോയ എം1 മൈക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കുള്ള ഇതേപോലെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എനിക്കുള്ളതാണോ എല്ലാ ബോയ എം1 വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ എന്ന് അറിയാമല്ലോ. ഗൈസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇതിൻ്റെ നമ്മുടെ ബോയേൻ്റെയൊക്കെ മെറിറ്റും ഡിമെറിറ്റും പറഞ്ഞ പോലെ ആയിപ്പോയി. നമുക്ക് ബാക്ക് ടു ദ ടോപ്പിക് ഗൈസ്. ഷോർട്ട് ഗൺ മൈക്ക്, USB കണ്ടൻസർ മൈക്ക് വന്നിട്ട് വേറെ കുറേ മൈക്കുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഷോർട്ട് ഗൺ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല യൂട്യൂബേഴ്സിൻ്റെയിലും ക്യാമറേൻ്റെ മേലൊരു മൈക്ക് കാണാറില്ലേ, അതാണ് ഷോർട്ട് ഗൺ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ. അതായത് നമ്മൾ ക്യാമറേൻ്റെ മേലായിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ട് അതിലൊരു USB ഉണ്ടാവും. അത് നമ്മൾ ഈ ക്യാമറയിൽ കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു വീഡിയോൻ്റെ ഒപ്പം നമ്മുടെ ആ ഒരു മൈക്ക് കിട്ടുന്ന ഓഡിയോ ഇതിൽ കൂടെ റെക്കോർഡ് ആവുന്നതാണ്. ഇതാണ് ഷോർട്ട് ഗൺ മൈക്കിൻ്റെ ആ ഒരു പ്രത്യേകത. പിന്നെയുള്ളത് USB കണ്ടൻസർ മൈക്ക്. നമ്മൾക്ക് ഈ പോഡ്കാസ്റ്റ് കണ്ടിട്ടില്ല ഗൈസ്. അതായത് നമുക്ക് ഒരു നെറ്റ് പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ മൈക്കൊക്കെ വെച്ചിട്ട് ആ ഒരുള്ള സംഭവമാണ് USB കണ്ടൻസർ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു USB എടുത്തിട്ട് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെടുത്ത് കുത്തിയിട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും ഓഡിയോ എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ ആ ഒരു ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഫുൾ വീഡിയോയിൽ ആ ഒരു ഓഡിയോ ഫുള്ള് കയറ്റുന്നതാണ് നമ്മുടെ USB കണ്ടൻസർ മൈക്കിൻ്റെ ആ ഒരു എഡിറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ. അതൊക്കെയാണ് നമ്മുടെ USB കണ്ടൻസർ മൈക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു യൂസ് അനുസരിച്ച് വേണം നിങ്ങൾ ആ ഒരു മൈക്ക് വാങ്ങിക്കാനായിട്ട്. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ്. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടിലൻ വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ.